ഹായ് എവ്രി വൺ, ബ്യൂട്ടി ആൻഡ് വീൽസിൻ്റെ കൊച്ചി ടു ലഡാക്ക് സീസൺ 2 അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലേയിൽ നിന്നും 180 കിലോമീറ്റർ ദൂരമുള്ള ന്യോമ എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നമ്മൾ ന്യോമയിൽ നിന്നും ലേയിലേക്ക് ഇപ്പോൾ യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് സോമോരിരി, പുഗാവാലി എന്ന ഈ 2 ഡെസ്റ്റിനേഷൻസ് കാണാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. നിർത്തിയേക്കുന്നത് ആടുകളുടെ രോമം കത്തിരിക്കുവാണ്. ഇവിടെ ഒരു കൂട്ടം ആടുകളുള്ളതിന്റെ രോമം കത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് അതൊന്ന് കാണാൻ പറ്റും. ഇതിൽ പാട്ട് പാടുക കേട്ടോ, ഇവരുടെ ലഡാക്കി ലാംഗ്വേജിൽ ഒരു പാട്ടൊക്കെ പാടുക ചെയ്യുന്നത്. इसके बाद में कितना महीना लगता है इतना मिलने के लिए? ये महीना के 1 साल में सिर्फ एक मिलता है, 1 साल में एक बार। और ये इसके बाद में पानी में क्यों डाला? पानी में थोड़ा उसका गंदा बंदा होगा ना, हाँ, उसको वॉशिंग किया। हाँ, साफ हो जाएगा। अच्छा है उसके लिए, और अच्छा है। और बर्फ गिरेगी, बारिश गिरेगा ना, हाँ, बिल्कुल साफ हो जाएगा। हाँ, अभी बस ऊन बून ये बस बंडन बनेगा, बस फैक्ट्री में चला जाएगा। ये क्या बनाने के लिए
नेक्स्ट प्रोसेस स्वेटर बनने के लिए, स्वेटर, हाँ सॉक्स बनने के लिए, सॉक्स बना के लिए, क्या बोलते हैं, ग्लव्स, ग्लव्स बनने के लिए, शॉल, टोपी भी बनता है ना, टोपी बनाते हैं, हाँ, कैप। नेक्स्ट प्रोसेस എന്താ ഇത് കൊണ്ടുപോയി ये कौन ये फैक्ट्री में देते हैं क्या, किधर ये फैक्ट्री हमारे यहाँ से डिपार्टमेंट होता है ना, डिपार्टमेंट लेके जाते हैं? हाँ डिपार्टमेंट से ले जाता है। अगर नहीं होगा तो मनाली में डिपार्टमेंट होता है, मनाली में, हाँ वो मनाली में उल का फैक्ट्री है ना, यहाँ भी है। कहीं भी बेचो, हम लोग को मर्जी है। यहाँ से लद्दाख भी है, लद्दाख भी भेजी गई है। ओके ओके, ओके थैंक यू। ओके वेलकम താങ്ക് യു वेलकम वेलकम। ഇതെല്ലാം കത്തിരിച്ച് വെച്ചേക്കുന്ന രോമങ്ങളാണ്. ഇത് രോമം കത്തിരിക്കാണ് ഇത് ചെയ്യുന്നത്. ഇത് ഒരു വർഷത്തിലൊന്നാണ് ചെയ്യുന്നത്. ഒരു വർഷം കൊണ്ടാണ് ഈ രോമം വളർന്ന് വരത്തുള്ളൂ. ഇത് ഒരു വർഷം കൂടുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. രോമം കത്തിരിച്ചിട്ട് അത് കഴിയുമ്പോൾ ഇതിനെ വെള്ളത്തിൽ വിടുന്നത് ഇതിൻ്റെ ദേഹം ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയും ഒന്ന് നീറ്റാകാൻ വേണ്ടി, മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ മൊത്തം മൊത്തം ഇത് കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഈ കത്തിരിച്ച് വയ്ക്കുന്ന രോമം ലഡാക്കിൽ തന്നെ ഇതിന് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവരത് വിലയ്ക്ക് വാങ്ങിക്കും. അല്ലെങ്കിൽ മണാലി കൊണ്ട് കൊടുക്കാം. മണാലി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വില കിട്ടും. അങ്ങനെ കൊണ്ട് ചെയ്യുന്ന ആര് പറയാം, ആർക്ക് എവിടെ വേണമെങ്കിലും ഇവർക്ക് കൊണ്ട് വിൽക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ഫാക്ടറിയിലേക്ക് പോയിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിൽ നിന്നും ഷോൾ ഉണ്ടാക്കും, ഗ്ലൗസ് ഉണ്ടാക്കും, സോക്സ് ഉണ്ടാക്കും, ജാക്കറ്റ്, സ്വെറ്റർ ഉണ്ടാക്കും, ക്യാപ്പ് ഉണ്ടാക്കും. അങ്ങനെ പല ഉപയോഗത്തിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് വരുന്നത് നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. അതായത് ഷീപ്പിൻ്റെ ചെമ്മരിയാടിൻ്റെ ബ്ലൂ ഷീപ്പ് എന്ന് പറഞ്ഞ വർഗത്തിൽ നിന്നുള്ളതാണിത്. ഇവിടെ കൂടുതലും കാണപ്പെടുന്നത് സാധാരണ പഷ്മീന ഷീപ്പാണ്. പഷ്മീന ഗോട്ടാണ് നമ്മൾ കാണാനെങ്കിലും ഇത് ബ്ലൂ ഷീപ്പ് എന്ന് പറഞ്ഞൊരു വർഗ്ഗമാണ്. ഇത് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടി തന്നെയാണ്. അതെ, ഞങ്ങളിപ്പോൾ യാക്കിനെ കാണാൻ പോവാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലഡാക്കിൽ വന്നപ്പോൾ ചാങ്ലെ പാസിലൂടെ കടന്നപ്പോൾ യാക്കിൻ്റെ ഫാമൊക്കെ ഇട്ടായിരുന്നു. യാക്കിനെ കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് അത് ഫാമിൽ ഇറങ്ങാനൊന്നും പറ്റിയില്ല, കാരണം സ്നോ വീഴുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്ന് അടുത്ത് കണ്ട് ഒന്ന് ഷൂട്ട് ചെയ്യും. നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റുന്നില്ല. ആ രണ്ടെണ്ണം യാക്കാണ്, ബാക്കിയൊക്കെ പശുവാണ്. അപ്പോൾ നമുക്ക് ഇനിയും പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. ഇങ്ങനൊരു മനോഹരമായ കാഴ്ച കാണാൻ സാധിച്ചു. അതിൽ നിന്ന് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടി. ഇനി സമയത്തിലേക്ക് യാത്ര തുടരാം. രീതിയിലേക്കുള്ള വഴിയ യാത്രയിലാണ്. ഒരു ലേക്കും കൂടെ കാണാൻ പറ്റി. ഈ ലേക്കിന്റെ പേര് സോക്കാർ. നല്ല നീല കളർ, അടിപൊളി. ആടുകള് മല കയറി പോകുന്നു. ഈ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഉറുമ്പ് തോന്നുന്നുണ്ട്. മറ്റു മിനറൽസ് കൊണ്ട് നിബിഡമാണത്. ഒരിടത്തോട്ട് ഇത് ഒഴുകി പോകുന്നില്ലല്ലോ. ഇങ്ങോട്ട് ഒഴുകി പോകുന്നില്ല, തുള്ളി പോലും ഒഴുകി പോകുന്നില്ല. നമ്മളതേ ആ മലയാണ്, നേരെ കാണുന്ന ആ മല. ഈ മലയാണ് വണ്ടി ഓടിച്ചിറക്കിയത്. നമ്മളല്ല, സുധിച്ചേട്ടൻ.
ഇതൊക്കെ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണ്. നമ്മൾ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലത്തിൽ കൂടെ ഇപ്പം നടക്കുന്നത്. ഈ മണ്ണില് നമുക്ക് മണം വരെ കിട്ടുന്നുണ്ട്, രൂക്ഷഗന്ധം. അതുകൊണ്ട് അമ്മേനെ കാണിച്ചു തരാം. ഒരു വല്ലാത്തൊരു ഒരു എന്തോ ഒരു എലമെന്റിന്റെ കട്ടിയുള്ളൊരു മണം. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുഴയുടെ നടുവിൽ കൂടെ നടക്കുന്നത്. സോറി ലേക്കിൻ്റെ, എനിക്കത് മാറിപ്പോ. കുപ്പാണിത്, ഇതെല്ലാം. ഇത് സോൾട്ട് വാട്ടർ ലേക്ക് അല്ലേ? ഉണ്ടോ മാർക്സ് ഉണ്ട്. അത് ആ ഒരു പക്ഷിയുടെയാ. അതിന്റെ കാൽപ്പാടാണ് എപ്പോഴാണ് കാണിച്ചത്. അങ്ങനെ നമ്മൾ എത്തി ഇവിടെ. ഈ കളർ കണ്ടോ, ഇതിന്റെ ആ ഒരു വ്യാപ്തി. വാവ്, ഇത് പതഞ്ഞൊക്കെ കിടക്കുന്നു. പക്ഷെ ഇവിടെ വേസ്റ്റ് ഒന്നുമില്ല, കാരണം ഇവിടെ മനുഷ്യധികം വരാറില്ല. ഇവിടെ കണ്ടോ നീണ്ടു നിവർന്ന് കിടക്കുന്നു. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സോമോരിരി ലേക്കിലാണ്. സോമോരിരി ലേക്ക് ഹാൻലേക്കും ലഡാക്ക് ലേക്കും ഓൾമോസ്റ്റ് ഇടയ്ക്കായിട്ടാണ്. അവിടുന്ന് ദോമ കഴിയുമ്പോൾ നമുക്ക് അകത്തേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ എത്തുന്നത്. ഇത് ഓൾമോസ്റ്റ് 14,000 ഫീറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ് ഈ ലേക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇന്ത്യസ് ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് ലേക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് സോൾട്ട് വാട്ടർ ലേക്ക്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, അപ്പോൾ പാങ്കോങ് ലേക്കോ? പാങ്കോങ് ലേക്കാണ് ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് എങ്കിലും അവിടെ ഒരു പ്രശ്നമുള്ളത്, അത് 3 രാജ്യങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത്. ചൈന, അതുപോലെ ചൈനയുടെ അധീനതയിലുള്ള തിബറ്റും പിന്നെ ഇന്ത്യയും കൂടെയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് പക്ഷേ എൻറ്റയർലി ഇൻ ഇന്ത്യയാണ്, അതുപോലെ എൻറ്റയർലി ഇൻ ലഡാക്ക് റീജിയനുമാണ്. അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് സോൾട്ട് ലേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സോമോരിരി ലേക്കാണ്. അധികം മനോഹരമാണിത്. പക്ഷേ നമുക്കിവിടെ ഇറങ്ങുന്നത് ഒട്ടും സേഫല്ല. ഇതിന് വെള്ളം സേഫല്ല. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള അനേകം വർഷങ്ങളായിട്ടുള്ള വെള്ളം അടിഞ്ഞു കിടക്കുന്നതാണ്. ഇതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഹൈലി സലൈനാണ്, സോൾട്ടിയാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് മിനറൽസും ഇതിലുണ്ട്, സൾഫറും അതുപോലുള്ള പല മിനറൽസ്. നിങ്ങൾ ഇതിൻ്റെ ഈ സൈഡ് കാണുമ്പോൾ കാണാൻ സാധിക്കും, ഈ ഒരു വൈറ്റ് ഷെയ്ഡ് കിടക്കുന്നുണ്ട്. അതെല്ലാം ഈ മിനറൽസ് അടിഞ്ഞു കൂടി കയറി വരുന്നത്. ചിലപ്പോൾ വെള്ളം കൂടുതൽ കയറി വരുമ്പോൾ ആ മിനറൽസ് അവിടെ അടിഞ്ഞു കൂടും. ഇവിടെ നോക്കുമ്പോൾ ഒന്ന് കാണാൻ സാധിക്കും, ഈ തിളങ്ങുന്നതല്ല, ഇതെല്ലാം മിനറൽസാണ്. ഈ കാണുന്ന ഗ്ലേസിയേഴ്സ്, ഈ ഗ്ലേസിയേഴ്സിൽ നിന്ന് ഉരുകി വരുന്ന വെള്ളം ആണ് ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ വേറെ ചാലുകളിൽ നിന്നും വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. അത് ഹൈലി, അതുകൊണ്ട് തന്നെ ഇത് സെഡിമെൻറ്റഡ് ആണ്, ഒരിക്കലും സേഫ് അല്ല. സ്വിമ്മിങ്ങിനും ഒന്നിനും സേഫ് അല്ല. അതിൻ്റെ അകത്ത് ഓർഗാനിസംസും തീരെ കുറവാണ്. മറ്റ് വാട്ടർ ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ടാവും, അത് ഓരോ സീസണിൽ വന്നു പോവുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ലേക്കിനെ കുറിച്ചുള്ള, സോമോരിരി ലേക്കിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷനിലും തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. സോമോരിരി തടാകത്തിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ ജിംനിയിലേക്ക് നടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു പ്രത്യേകം ആക്ച്വലി ഒരു കൊതുകിന് ഷേപ്പുള്ള ഒരു ഈച്ചയോ കൊതുകെന്ന് പറയാൻ സാധിക്കും. അത് ഒരു പ്രാണി, അത് ഞങ്ങളുടെ ദേഹത്തെല്ലാം, ഞങ്ങളുടെ ഡ്രസ്സിലെല്ലാം പൊതിയുന്നുണ്ടായിരുന്നു. അല്പം ശരിക്കും നല്ലപോലെ ഞങ്ങളെ കവർ ചെയ്യുന്ന രീതിയിൽ. എന്നാൽ ഞങ്ങളെ കടിക്കുന്നില്ലായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അത് കണ്ടത് ആ ഡ്രൈലാൻഡിലല്ല, വെള്ളം ഇറങ്ങിപ്പോയ, ആ തടാകത്തിന് വെള്ളം ഇറങ്ങിപ്പോയ വെറ്റായിട്ട് കിടക്കുന്ന, മോയിസ്റ്റായിട്ട് കിടക്കുന്ന ഏരിയസിൽ നിന്നാണ് അത് മുഴുവൻ പൊങ്ങി വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടത്. അത് ഞങ്ങളെ കുറേ നേരം ഞങ്ങളെ ഫോളോ ചെയ്തു. ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ പൊതിഞ്ഞു അത്. എന്നിട്ട് കുറച്ച് ഞങ്ങൾ നീങ്ങി വണ്ടി അടുത്തെത്തിയപ്പോഴത്തേനും ഞങ്ങൾ ദേഹത്തൊക്കെ കുറേ കുട്ടിക്കളഞ്ഞപ്പോൾ അത് പോയി. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പലതരം ലേക്കുകൾ പലയിടത്തും പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യജീവി ഇവിടെ കാണാനില്ല. ഒരൊറ്റ മനുഷ്യനില്ല ഇവിടെ, വേറെ ആരുമില്ല. കംപ്ലീറ്റ്ലി ഫോറസ്റ്റ് എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ജിംനിയാണ് കിടക്കുന്നത്. ഈ പരന്ന് കിടക്കുന്ന ഈ ഭൂമിയിൽ ഒരു ജിംനിയും ഞങ്ങൾ 5 പേരും ഇതേ പോകുന്നു. നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ ഇറങ്ങി വന്ന മല കയറാൻ പോവാണ്. ഇപ്പൊ നമ്മള് നദിയുടെ മുകളിലെത്തി. മല കയറിയത് പുറത്ത്
പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തിട്ട് സൂചിച്ചേട്ടൻ മുകളിൽ എത്തിക്കഴിയുമ്പോൾ ആരാ മല നടന്ന് കയറും എന്നുള്ള ചോദ്യത്തിന് ഉത്തരയില്ല. അതിനുള്ള പെട്രോൾ നമുക്ക് ചേട്ടൻ ഒന്നോടെ ഇറങ്ങിയത് കൂട്ടിക്കൊണ്ടുള്ള പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ സാഹചര്യത്തിന് മുകളിൽ ചുമ്മാ കളയാൻ പെട്രോൾ ഇല്ലല്ലോ. സോമോരിയിൽ നിന്നും പുകാവാലിയിലേക്ക് പോകുന്ന വഴിക്ക് വെള്ളം ഒഴുകി വരുന്നൊരു പോയിന്റ് ഞങ്ങൾ കണ്ടു. അവിടെ വണ്ടി കഴുകാൻ പറ്റുമെന്ന് തോന്നി ഞങ്ങൾക്ക്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കാം, വണ്ടി കഴുകാൻ ശ്രമിച്ചു നോക്കാം നമുക്ക്. എന്താ സംശയം തോന്നിയത്? ഇവിടെ ആഴം കൂടുതലാണെന്ന് ഡൗട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ട്രക്ക് ഇവിടെ വന്ന് വെള്ളം കളക്ട് ചെയ്ത് പോകുന്നൊരു കളക്ഷൻ പോയിന്റ് ആയത്. കളക്ഷൻ പോയിന്റ് ഈ വെള്ളം വരുന്നത് മുകളിൽ സോഴ്സ് ചെയ്താണ്. ആ സോഴ്സ് നിങ്ങൾ കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ പോയ ലേക്ക് ഉണ്ടല്ലോ, സൊമോരിരി ലേക്കിന്റെ ഒരു മെയിൻ ഇതാണ്, ട്രിബ്യൂട്ടറി ആണത്. ഒരു പോഷക ഇതായിട്ടാണ് വരുന്നതാണിത്. അപ്പോൾ ആ വെള്ളമാണ് ഇവിടെ ഇതായിട്ട് ഡ്രിങ്കിങ് വാട്ടറായിട്ട് യൂസ് ചെയ്യാൻ നോക്കിയത്. അതിൻ്റെ ഒരു ഒറിജിൻ ഞങ്ങൾ മുകളിൽ കണ്ടിരുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വണ്ടി നമ്മൾ ഇറക്കിയില്ല, കാരണം ഇറക്കി ഇത്തിരി കഴിയുമ്പോഴും മനസ്സിലായത് സേഫ് അല്ലാതെ. അതുകൊണ്ട് നമ്മൾ വണ്ടി ഇറക്കിയില്ല. പക്ഷെ എന്നാലും അവിടം വരെയുള്ള ആ ഒരു മൊമെന്റ് കിട്ടി അല്ലേ? അതെ, ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. കുളിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ജിമ്മിക്കുട്ടിനെ കുളിക്കാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ട്. ആ വെള്ളം അങ്ങോട്ട് എത്തിക്കാൻ ഇവര് പരിപാടി കാണിച്ചേക്കുന്നുണ്ടോ? അതിൽ നിന്നൊരു തോട് കീറി പൈപ്പിൽ എത്തിച്ചിട്ടാണ് ട്രക്കിലേക്ക് വെള്ളം കളക്ഷൻ ശ്രമിച്ചേക്കുന്നത്. കണ്ടായിരുന്നോ? അപ്പുറത്തെ തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചെറിയ തോട് കീറി. ഇതിന്റെ ഒറിജിൻ കാണിച്ചു തരാം. ഈ വെള്ളത്തിന് 4 കാലൊക്കെ കഴുകി കൊടുത്തില്ല പിള്ളേ. സന്തോഷം. മോശം എപ്പോഴും ആഗ്രഹിക്കുന്നില്ല കാലം നീക്കാൻ നനച്ചേക്കാം അല്ലേ? അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ജിമ്മി ഹാപ്പിയായി. കാലം നനയ്ക്കാൻ പറ്റിയല്ലോ. മോട്ടർ ഇതിൽ നിന്ന് കളക്ട് ചെയ്യുക, പമ്പ് ചെയ്തെടുക്കുവാണ്. പൊല്യൂട്ടഡ് അല്ലാത്ത ക്ലീൻ ആൻഡ് ഫ്രഷ് വാട്ടറാണ്. അതിന്റെ തുടക്കത്തിൽ നമുക്ക് വെള്ളം കുടിക്കാൻ ഒറിജിനൽ പിടിക്കാൻ നമുക്ക്. ഓ നല്ല രസമായിരിക്കും. ആ ഒട്ടും പൊല്യൂഷൻ ഉണ്ടാവില്ല. ആ ഒറിജിനൽ ശുദ്ധി കഴിഞ്ഞാൽ അവിടുന്ന് വെള്ളം പിടിക്കാൻ ശരി. അവിടെ ആകുമ്പോൾ ഒട്ടും അധികം ഉണ്ടാവില്ല. ഇത് നമ്മൾ നേരത്തെ കണ്ട അരുവി അല്ലെങ്കിൽ തോടുണ്ടായിരുന്നല്ലോ, അതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയാവുന്ന പോയിന്റുകളാണ് ഇതൊക്കെ. അവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട്. അതിലൂടെ ഇവിടെ ഒരു അരുവി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്പ്രിംഗ് പോലെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സോമരിരി കണ്ടു, തിരിച്ചു വരുമായിരുന്നു. വരുന്ന വഴി വീണ്ടും സോക്കാറും കാണും. ഇല്ല വീഡിയോ എടുത്ത് അങ്ങേടുത്ത് കുറച്ച് ആടുകളും കൂടെ ഉണ്ട്. പുകാവാലിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുകാവാലിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു ചെറുതായിട്ടൊന്ന് ലഞ്ച് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ചേട്ടൻ വാങ്ങിച്ച ക്യാൻഡ് ടൂണയാണ്. ലഞ്ച് ദാൽ ചാവൽ ഓംലെറ്റ്. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി സ്ട്രെയിറ്റ് പുകാവാലി. ഇതാണ് പുകാവാലി. ഇവിടെയാണ് ഹോട്ട് സ്പ്രിംഗ്.
ഒന്നിന്ന് ഒന്നിലേക്ക് ചാടി ചാടി ഞങ്ങൾ പോവാണ്. അങ്ങറ്റത്ത് ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്, അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, തട്ടിപ്പോലെ സ്ഥലം ഇതൊരു വാവ്. ഓ അങ്ങോട്ട് ചെളിയാണ്, ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് കടക്കും എന്നുള്ള ചർച്ചയിലാണ്. ഇങ്ങനെയാണ് അവസ്ഥ. അവിടെ എത്ര നാളെ നമ്മുടെ ആഗ്രഹം. ചേടാ കാവാലിയിൽ എത്തി. കാണുന്നതാണ് സ്പ്രിങ്സ്. അതിന് പുറകെ 2 കുതിര ഓടുന്നത് നമുക്ക് കാണാം. പക്ഷേ സ്പ്രിങ്ങിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഇവിടം വരെ ഓൾമോസ്റ്റ് ഡ്രൈ ലാൻഡാണ്. ഇവിടുന്ന് ഒരു ഏരിയ നമ്മൾ ഈ ചതുപ്പിലൂടെ നടന്ന് കടന്നാലേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. ചതുപ്പ് നമ്മൾ നടന്ന് ക്രോസ് ചെയ്യാൻ നമുക്ക് എത്താൻ പറ്റില്ല, അല്പം റിസ്ക്കിയാണ്. അതുകൊണ്ട് നമുക്ക് ഷൂ എല്ലാം ഊരി, ഷൂവിന് റിസ്ക് അല്ല, ആ ഷൂവിന് യൂസ് ചെയ്യാൻ വേറെ നമുക്ക് റിസ്ക് ഒന്നുമില്ല. ഷൂ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, ഈ ചെയറുമായിട്ട് കാറിൻ്റെ അത് കയറാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഊരിയിട്ട് ഇല്ല, നമുക്ക് നടന്നു പോയി നോക്കാം. ഓക്കെ, ഹോട്ട് സ്പ്രിങ്ങിലോട്ട് ഇറങ്ങാനുള്ള പ്രയത്നത്തിലാണ്. ഇറങ്ങ കേക്കത്തില്ല കേക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്നില്ല സെയിം വഴി കൂടെ ആയിരിക്കും ഫ്രണ്ടിലാണ് പോയിരിക്കുന്നത്, പക്ഷെ നമ്മൾ ചുട്ടുമ്പോൾ പാവൻ ഡാഡേനെ ഞാൻ കുഴിയിലോട്ട് വലിച്ചിട്ട് ഞാനും ചെറിയ പോയ ഡാഡേനെ വലിച്ചിട്ടു. എനിക്ക് ചെറിയൊരു മഡ് ഫേഷ്യൽ കിട്ടി, അമ്മയ്ക്കും കിട്ടി, താരയ്ക്കും കിട്ടി, പക്ഷെ എനിക്ക് നന്നായിട്ട് കിട്ടി. എൻ്റെ കാല് വെളുത്തു. നോർമലി നമ്മുടെ അവിടെയൊക്കെ ഉള്ള ചെളിയിൽ ഇറങ്ങുന്ന പോലെയല്ല, ചെളിയിലും കാണും എന്തെങ്കിലും. അതെ, നല്ലൊരു മഡ് ഫേഷ്യൽ കാലിന്. മറന്നു തെറിക്കുന്ന വെള്ളത്തിന് നല്ല ചൂടാണ്, നല്ല ചൂടാണ്. കുട്ടികളാരും അനുകരിക്കരുത്.
പ്ലാസ്റ്റർ പാരിസയിലാണ് അല്ല അതിൽ വരുന്ന മിനറൽസ് ആണ്. അടിച്ച് കുത്തിയേക്കുന്നത്. അടിയിൽ കൊണ്ടുള്ള മിനറൽസ് കട്ട പിടിച്ചേക്കുന്നതാണ്. അതിന് കാലം കഴിയുന്നതും കട്ട കൂടിക്കൊണ്ടിരിക്കുന്നത്. ചെറുത് കണ്ടോ ആനക്കങ്ങള്. ഇപ്പം നിൽക്കുന്ന ലഡാക്കിലെ ചാങ്താങ് മേഖലയിലെ പുഗാവാലിയിലാണ്. പുഗാവാലി ഏകദേശം 30 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. പുഗാവലി എന്തിനാണ് ഫേമസ് എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തെ ഒരു നാച്ചുറൽ വണ്ടറാണ്. അതാണ് ഇത്തരത്തിലുള്ള ഹോട്ട് സ്പ്രിങ്സും മൺകൂടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പുഗാവാലി. ഇതിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ മണ്ണിനടിയിൽ ഇവിടെ ലഭ്യമാക്കിയ സൾഫർ, ബൊറാക്സ് അതുപോലെ പല മിനറലുകളും ഇവിടെ ലഭ്യമാണ്. മാത്രമല്ല ജിയോ തെർമൽ ആക്ടിവിറ്റി ഇവിടെ ജിയോ തെർമൽ എനർജി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രദേശത്തുള്ള സയൻറ്റിസ്റ്റുകളും ആളുകളും ഗവേഷകരും ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇവിടെ വരികയും ഇവിടെ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ദിവസത്തിൽ പല പ്രാവശ്യമായിട്ട് കാണാൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് ടൈം കിട്ടുന്നതല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒന്ന് നോക്കിയപ്പോൾ ഇത് കുറേ സമയമായിട്ട് തന്നെ ഇത് കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കുറേ ടൈം ഞങ്ങൾക്ക് ഇത് കാണാൻ കിട്ടി. ഷൂട്ട് ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഈ ഏരിയയ്ക്ക് ഒരു മൊത്തത്തിലൊരു മിസ്റ്റീരിയസ് അപ്പീലാണ് നടക്കുന്നത് ഈ ഹോട്ട് സ്പ്രിംഗെല്ലാം. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്ദർശകർക്ക് വരികയും ഇത് കാണുകയും ചെയ്യുന്നുണ്ട്. ഈ ഹോട്ട് സ്പ്രിങ്ങുകളും മട്ട്പൂളുകളും ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ്. അത് സ്കിൻ ഡിസോർഡേഴ്സ്, സ്കിൻ രോഗങ്ങൾക്കുള്ള ചികിത്സയും അതുപോലെ തന്നെ റൊമറ്റോയിസത്തിന് പോലുള്ള ചികിത്സ ഇതിൽ നിന്ന് ലഭ്യമാണെന്നുള്ളത് പൊതുവെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ലഡാക്കിലെ മനോഹാരിതയ്ക്ക് ആക്കം കൂട്ടുന്ന ഒന്നാണ് ഇത്. നാച്ചുറൽ വണ്ടേഴ്സിൽ ഒരു മികച്ച നാച്ചുറൽ വണ്ടർ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും മനോഹരമായിട്ട് ഇത് കാണാൻ സാധിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞങ്ങൾ റോട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഇത് തിളച്ച് പൊങ്ങി വരുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. എന്നാൽ ഇതിനു വേണ്ടി ഞങ്ങൾക്ക് നടന്നു വരേണ്ടി വന്ന ഒരു വലിയ ഏറിയ ചതുക്കിലൂടെയായിരുന്നു. അത് വലിയ മട്ട്പൂളുകൾ തന്നെയായിരുന്നു. അതിലൂടെ ഞങ്ങൾ നടന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റി. അതിൽ നല്ലൊരു കാഴ്ചയായിരുന്നു. നിങ്ങൾക്കും ഇത് കാണാൻ സാധിക്കാൻ അവസരം ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിനിയും തുടരും. കൂടുതൽ മനോഹരമായിരിക്കുന്ന കാഴ്ചകളിലേക്കും ഉയരങ്ങളിലേക്കും ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഫോർ ഷുവർ. സോ ടിൽ ദെൻ പ്ലീസ് സ്റ്റേ ട്യൂൺഡ് and like, share and subscribe. Thank you.